വെൽക്കം ടു യെറ്റ് അനദർ വ്ളോഗ് ഓഫ് ഓവർതിങ്കർ പൈസിയൻ. ഈ വ്ളോഗിൻ്റെ പ്രത്യേകത ഇത് കുറച്ച് നാൾ മുന്നേ എടുത്തൊരു വീഡിയോയാണ്. നവംബറിൽ എടുത്തൊരു വീഡിയോ ആയിരുന്നു. മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ അപ്പയുടെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയും അപ്പയുടെ ബർത്ത്ഡേയും ഒരു ദിവസത്തിൻ്റെ വ്യത്യാസത്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതായത് 23rd ആനിവേഴ്സറി, 25th അപ്പയുടെ ബർത്ത്ഡേ. എല്ലാ പ്രാവശ്യവും എല്ലാ മക്കളും ചെയ്യുന്ന പോലെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുക, അവർക്ക് കേക്ക് മുറിക്കുക, ഇതൊക്കെയാണ് സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്. ഇതും ഞങ്ങൾ രണ്ടുപേരും എംപ്ലോയിഡ് ആയ ശേഷം, അതായത് ഞാനും എൻ്റെ സിസ്റ്ററും എംപ്ലോയിഡ് ആയ ശേഷം തൊട്ടൊക്കെയാണ് ഇത് തുടങ്ങിയത്. അതിന് മുമ്പ് വരെയും നമ്മളുടെ ബർത്ത്ഡേ അവർ സെലിബ്രേറ്റ് ചെയ്യുക, ഇതുപോലെ കേക്കൊക്കെ വാങ്ങി വീട്ടിൽ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ആയിരുന്നു യൂഷ്വലി. അപ്പം അതിൽ നിന്നൊന്ന് മാറി ചിന്തിക്കാമെന്ന് ഓർത്താണ് ഇപ്രാവശ്യം അവർക്ക് അവരുടെ ഇങ്ങനത്തെ സ്പെഷ്യലായിട്ടുള്ള ദിവസം ഒരു എക്സ്പീരിയൻസ് ഗിഫ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. എവിടെയെങ്കിലും ട്രിപ്പ് പോകാം, ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഞാൻ സിസ്റ്റർ ഡിസൈഡ് ചെയ്തൊരു വെന്യൂ ആണ്, പോകാൻ പറ്റിയൊരു സ്റ്റേക്കേഷനും പറ്റിയ സ്ഥലമാണ് പൊന്മുടി എന്നുള്ളത്. പൊന്മുടി എനിക്കിപ്പോഴും ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ടൊക്കെയാണ് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം ഞാൻ ട്രിവാൻഡ്രത്തുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്ത് പോയിട്ടേ ഇല്ല. എൻ്റെ സിസ്റ്റർ പോയിട്ടുണ്ട് അവരുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ കുറേ പ്രാവശ്യം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീക്കെൻഡിൽ അവിടെ ഇങ്ങനെ പോകുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്തും ഇവിടെ ഇത്ര പോയവർ പറയുന്നത് മഞ്ഞുണ്ട്, ഓക്കെ, പക്ഷെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നുള്ള കണക്കൊക്കെ കേട്ടിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തതാണ് പൊന്മുടി സ്റ്റേക്കേഷൻ പോകാം. കാര്യം അപ്പയും പോയിട്ടില്ല, അമ്മയും പോയിട്ടില്ല, ഞാനും പോയിട്ടില്ല, നീത്തി മാത്രമാണ് പോയിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോയതിൻ്റെ കാഴ്ചകളും അവിടെ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കുറേയധികം കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഫ്രം നവംബർ ഡംപ്. സ്റ്റേ ട്യൂൺഡ്. പൊന്മുടിയിലേക്കുള്ള ഈ സ്റ്റേക്കേഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാനും സിസ്റ്ററും കൂടി ഇരുന്ന് കണ്ടുപിടിച്ച വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തോന്നിയ സ്റ്റേ ഗോൾഡൻ പീക്ക് എന്ന് പറയുന്ന KTDCയുടെ സ്റ്റേ ആയിരുന്നു. അത് ആക്ച്വലി ഒരു കോട്ടേജ് പോലെയാണ് റൂംസൊക്കെ വരുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത് അവിടെ ചെന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് ഈ ടോപ്പ് സ്റ്റേഷൻ, അവിടെ നിന്ന് ഒരു 1 kilometer to 2 kilometers വരും ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ടോപ്പ് വ്യൂവിലേക്ക് പോകാനായിട്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന വിഷ്വൽസാണ് ഈ കാണുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻഡീഡ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊരു മഴയുടെ സീസൺ ആയിരുന്നു. അപ്പം മഴ കഴിഞ്ഞിട്ട് ഉള്ളൊരു ക്ലൗഡും മഴ പെയ്യാനായിട്ടുള്ളൊരു മൂഡിലാണ് മൊത്തത്തിൽ ഇരുന്നിരുന്നത്. മഞ്ഞ് കുറവായിരുന്നെങ്കിലും ഭയങ്കര വിൻഡിയായിരുന്നു. എന്നാൽ മഴക്കാറും ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഹിൽ ടോപ്പിൽ പോയി കണ്ട് തിരിച്ചു വരുമ്പോൾ ഉള്ള വിഷ്വൽസാണിത്. ഹിൽ ടോപ്പിൽ വെച്ചിട്ട് എടുത്ത വിഷ്വൽസ് കൂടുതലും ഞാൻ എടുത്തിരുന്നത് പോർട്രേറ്റ് മോഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഈ വീഡിയോയുടെ അവസാനമായിട്ട് അങ്ങനെ എടുത്ത പോർട്രേറ്റ് ഷോട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്നത് ആണ് ഞങ്ങൾ താമസിച്ചിരുന്ന KTDCയുടെ റിസോർട്ട്. ഇത് കോട്ടേജ് ആയിട്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഓൾറെഡി ഇതുപോലെ ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ 3-4 പേർക്ക് ഒരുമിച്ച് സ്റ്റേ ചെയ്യാവുന്ന ചെറിയ ചെറിയ കോട്ടേജസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളുടേത് 2 കോട്ടേജസ് അടുത്തടുത്ത് വരുന്ന 2 കോട്ടേജ് ഉള്ളതായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. ആൻഡ് ഈ സ്റ്റേ ആണ് ആക്ച്വലി ഈ ഒരു ഹോൾ പ്ലേസിനെ കുറച്ചുകൂടെ ലിഫ്റ്റാക്കി എന്ന് പറയാൻ പറ്റുന്ന കാര്യം. ഇറ്റ്സ് എ കോസി പ്ലേസ്, നല്ല ഗ്രീനറി ഉണ്ട്, നല്ല രീതിക്ക് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഫുഡാണെങ്കിലും അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും എല്ലാം നല്ലതായിരുന്നു. കാണുമ്പോൾ തന്നെ മനസ്സിലായി എന്തോരം വിൻഡിയായിരുന്നു അന്നത്തെ ദിവസം എന്ന്. ആക്ച്വലി അവിടെ ഈ ഒരു മഴ സെറ്റിലായിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നപ്പോൾ ഒരു നല്ല തണുപ്പുണ്ടായിരുന്നു, അതുപോലെ കാറ്റും. അപ്പോൾ അവിടെ ഉള്ള സ്റ്റാഫ്സ് നല്ല സഹകരണമുള്ള സ്റ്റാഫ്സ് ആയിരുന്നു. സോ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോഴും അവർ പറയുന്നത് ഇതൊന്നും ഒരു തണുപ്പേ അല്ല, പിന്നെ അങ്ങോട്ട് തണുപ്പാണെന്ന് ഓർഡിനറിയിൽ ബിജുമേനോൻ പറയുന്ന പോലത്തെ ഒരു രീതിയായിരുന്നു. ഇവിടെ നല്ല ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുന്ന സമയങ്ങൾ ഇതിലും കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഈ സ്റ്റേയിൽ
ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുരങ്ങന്മാരും ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായി. അപ്പം അവർ പറയുന്നത് അവരുടെ ഫ്രണ്ട്സാണ് ഈ വിസിറ്റിന് വരുന്ന ഈ ചെറിയ മങ്കീസ് എന്ന്. അവരെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യത്തില്ല, സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവോ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല എന്ന് പറയുന്നുണ്ടായി. ഇതൊക്കെ ആക്ച്വലി മോർണിംഗ് വിഷ്വൽസ് ആണ് കേട്ടോ. ഒരു രാത്രിത്തെ സ്റ്റേ കഴിഞ്ഞിട്ട് രാവിലെ ഒരു 6:30-7 മണി ആ ടൈം ഉണർന്നിട്ട് ഞാൻ എടുത്ത കുറച്ച് വീഡിയോ ആണിതെല്ലാം. ഇവിടുത്തെ ഒരു വലിയൊരു ആൽമരം ഒരു ഭയങ്കര അട്രാക്ഷനായിരുന്നു. ഈ ഒരു സ്റ്റേക്ക് തൊട്ടൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു 1 or 2 കിലോമീറ്റേഴ്സ് എബവ് ആയിട്ടാണ് ഹിൽ സ്റ്റേഷൻ ഉള്ളത്. ഇവിടെ തന്നെ ഫുഡ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ താഴത്തെ ഇങ്ങനെ ഇതൊരു ഹില്ലി പ്ലേസ് പോലെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കുറച്ച് താഴേക്ക് സ്റ്റേഴ്സ് ഇറങ്ങി ചെന്നാലാണ് ഫുഡിനും മറ്റ് റിസപ്ഷനും വേണ്ടിയിട്ടുള്ള ഹോളും റെസ്റ്റോറൻറ്റും ഒക്കെ ഉള്ളത്. ഈ ഹോട്ടലിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവർക്ക് ആക്ച്വലി കുറേ ഏരിയാസ് ഉണ്ട് കവർ ചെയ്യാനായിട്ട് തന്നെ. ഇവരുടേതായിട്ട് തന്നെ ഒരു പ്രൈവറ്റ് ഒരു ചെറിയ പോണ്ട് പോലെയും പിന്നെ ഇതുപോലത്തെ പീക്ക് വ്യൂസ് കിട്ടുന്ന ചില ഏരിയാസും ഒക്കെ ഉണ്ട് ഈ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ. അത് എക്സ്പ്ലോർ ചെയ്യുകയായിരുന്നു പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ചെയ്തത്. അതായത് ആ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, പിന്നെ അതുപോലെ ഇപ്പോൾ ഈ വിഷ്വൽസിൽ കാണുന്ന ഈ ഒരു പോണ്ട്, ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ അവരുണ്ടാക്കിയിരിക്കുന്നത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു ഗോൾഡൻ പീക്കിൻ്റെ പീക്ക് അട്രാക്ഷൻ തന്നെയായിരുന്നു. അതായിരിക്കും അതാ വെള്ളച്ചാട്ടമല്ല, അതല്ലേ. അങ്ങോട്ട് വഴിയുണ്ടോടി? Moonlight spills the velvet dark, etching patterns, leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing ലൈഫിലെ ട്രഷർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ മുഖത്തൊരു ചിരി കാണാനായി നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നുന്നു. ഈ ഒരു ട്രിപ്പ് എന്നെ ഫീൽ ചെയ്യിപ്പിച്ചതും അതാണ്. അവർ ഹാപ്പി ആയിരുന്നു, പീസ്ഫുൾ ആയിരുന്നു. അതൊക്കെ പോരെ നമുക്ക് ലൈഫിൽ. ദിസ് ഈസ് മീ, ഓവർതിങ്കർ പൈസിയൻ. See you in my next vlog.